നമസ്കാരം, ബിഗ് ടി ന്യൂസിലേക്ക് സ്വാഗതം. KPCCയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് ഹൈക്കമാൻഡ്. DCC പ്രസിഡന്റുമാരെ മാറ്റാനും സാധ്യതയുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന്റെ എതിരഭിപ്രായങ്ങൾ മറികടന്നാണ് ഈ നീക്കം. KPCC ഭാരവാഹികൾക്ക് പുറമെ ഭൂരിഭാഗം DCC അധ്യക്ഷന്മാരെയും മാറ്റാനും സാധ്യതയുണ്ട്. 10ലേറെ DCC പ്രസിഡന്റുമാരെ മാറ്റാനാണ് സാധ്യത. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുടെയും കനകോലുവിന്റെയും റിപ്പോർട്ട് പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ദേശീയപാത തകർന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. സംഭവിച്ച കാര്യങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് സന്തോഷമല്ല ഉള്ളതെന്നും കോടതി അറിയിച്ചു. ജനങ്ങൾ വളരെ ക്ഷമയോടെയാണ് ഈ പാതയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. ആ പാതയാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത്. മലപ്പുറത്തെ സംഭവത്തിനു ശേഷം റോഡ് നിർമ്മാണത്തിൽ ഇപ്പോഴും വിദഗ്ധരാണെന്ന ആത്മവിശ്വാസം ഉണ്ടോ എന്നും NHAയോട് ഹൈക്കോടതി ചോദിച്ചു. മകളെ പുഴയിലെറിഞ്ഞു കൊന്ന അമ്മയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞ മൂഴിക്കുളം പാലത്തിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. കുഞ്ഞിനെ എങ്ങനെയാണ് എറിഞ്ഞതെന്നും എറിഞ്ഞ സ്ഥലവും അമ്മ പോലീസിന് വിശദീകരിച്ചു നൽകി. ജനരോക്ഷം കണക്കിലെടുത്ത് വൻ സുരക്ഷയാണ് അവിടെ ഏർപ്പെടുത്തിയിരുന്നത്. മുഖമറച്ചാണ് പ്രതിയെ അവിടെ എത്തിച്ചത്. നാട്ടുകാർ രോഷാകുലരായതോടെ തെളിവെടുപ്പ് പെട്ടെന്ന് പൂർത്തിയാക്കി പോലീസ് മടങ്ങുകയായിരുന്നു. മുഖ്യമന്ത്രിയെയും മന്ത്രി റിയാസിനെയും പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. റീൽ ഇടുമെന്ന് പറയുന്ന റിയാസ് വിള്ളലുകളുള്ള 50ലധികം സ്ഥലങ്ങളിൽ പോയി റീൽ ഇടട്ടെ എന്നും അദ്ദേഹം പരിഹസിച്ചു. പാലാരിവട്ടം പാലത്തിനടക്കം പ്രശ്നങ്ങളുണ്ടെന്നും വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിർമ്മാണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. ഈ കാര്യം ദേശീയപാത അതോറിറ്റി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഒരു ഇടതുപക്ഷ സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ ദേശീയപാത 66 യാഥാർത്ഥ്യമാകില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ദിരാഗാന്ധിയെ അധിക്ഷേപിക്കും വിധം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട സംഭവത്തിൽ RSS പ്രവർത്തകൻ റിമാൻഡിൽ. ഷൊർണൂർ മുണ്ടായ സ്വദേശിയായ 42 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് പിടിയിലായത്. ഇന്ദിരാഗാന്ധിയെ വികലമായി ചിത്രീകരിക്കുന്ന പോസ്റ്റായിരുന്നു ഉണ്ണികൃഷ്ണൻ പങ്കുവച്ചത്. മെയ് 16-നാണ് ഇയാൾ പോസ്റ്റ് ഇട്ടത്. ഉണ്ണികൃഷ്ണൻ SSR ഉണ്ണി എന്ന അക്കൗണ്ടിലൂടെയാണ് ഇന്ദിരാഗാന്ധിയെ അധിക്ഷേപിച്ചത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ പലരും ഷെയറും ചെയ്തിരുന്നു. ഈ പോസ്റ്റ് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന്റെ ശ്രദ്ധയിൽ എത്തിയതിന് പിന്നാലെയാണ് നടപടി സ്വീകരിച്ചത്. ഷൊർണൂർ പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകൾ പുറത്ത്. ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ സഹപ്രവർത്തകനും സുഹൃത്തുമായ സുഗാന്തിന്റെ ചാറ്റുകളാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നീ എപ്പോൾ മരിക്കുമെന്ന് സുഗാന്ത് യുവതിയോട് ചോദിക്കുന്നതും ചാറ്റിലുണ്ട്. അതിന് ഓഗസ്റ്റ് 9-ന് മരിക്കുമെന്ന് യുവതി സുഗാന്തിന് മറുപടിയും നൽകിയിരുന്നു. സുഗാന്തിന്റെ ഐഫോണിൽ നിന്നുമാണ് ഈ ചാറ്റുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ടെലിഗ്രാം വഴി നടത്തിയ ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുഗാന്തിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചെന്ന് ആരോപിച്ച് റാപ്പർ വേടനെതിരെ NIAക്ക് പരാതി. BJP പാലക്കാട് നഗരസഭാ കൗൺസിലറാണ് പരാതി നൽകിയത്. വേടൻ പാട്ടിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കപട ദേശീയവാദിയെന്ന് വേടൻ അവഹേളിച്ചുവെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. NIAക്ക് പുറമെ ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മിനി കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചത്. പരാതിയുടെ പകർപ്പ് ഉൾപ്പെടെ പങ്കുവച്ചാണ് മിനിയുടെ ഈ പ്രതികരണം. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് അടിയന്തര സഹായം തേടിയ ഇന്ത്യൻ വിമാനത്തോട് മുഖം തിരിച്ച് പാകിസ്ഥാൻ. ബുധനാഴ്ച വൈകുന്നേരം ആകാശച്ചുഴിയിൽപ്പെട്ട് അപകടം മുന്നിൽ കണ്ട ഡൽഹി ശ്രീനഗർ വിമാനത്തിന് പാക് വ്യോമമേഖല ഉപയോഗിക്കാൻ അനുമതി ലഭിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഡൽഹിയിൽ നിന്നും ശ്രീനഗറിലേക്ക് അമൃത്സർ മേഖലയിലൂടെ സഞ്ചരിച്ച ഇൻഡിഗോ RE-2142 വിമാനത്തിലെ പൈലറ്റാണ് പാക് വ്യോമമേഖല ഉപയോഗിക്കാൻ അനുമതി തേടി ലാഹോർ എയർ ട്രാഫിക് കൺട്രോളറെ സമീപിച്ചത്. എന്നാൽ ലാഹോർ എയർ ട്രാഫിക് കൺട്രോളർ അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇതോടെ മോശം കാലാവസ്ഥയിലും നേരത്തെ നിശ്ചയിച്ച പാതയിലൂടെ തന്നെ വിമാനം സഞ്ചരിക്കേണ്ട നിലയുണ്ടായെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. സംഭവത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ ഇൻഡിഗോയിൽ നിന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. 5 ദിവസം അതിതീവ്ര മഴയ്ക്ക് സാധ്യത. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് ഇത്. ശനിയാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത്.
ജാഗ്രതയുടെ ഭാഗമായി ശനിയാഴ്ച മുതൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഞായറാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലവർഷം 2 ദിവസത്തിനകം കേരള തീരം തൊടുമെന്നാണ് പ്രവചനം.